نحمده نصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا السلام عليكم ورحمة الله وبركاته. അപ്പോൾ നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങാൻ പോകുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ പേരെന്താണ്? ജേർണി ഓഫ് ദ സോൾ, അതായത് റൂഹിൻ്റെ ഓരോ ട്രാൻസിഷൻ. ഓക്കെ, റൂഹ് ഏതെല്ലാം സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത് അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് ഇത് എടുത്തിട്ടുള്ളത് ഇതെടുത്തിട്ടുള്ളത് ഫ്രം ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയൻ്റെ കിതാബുർ റൂഹിൽ നിന്ന്, പിന്നെ ഖുർആനിൽ നിന്നും സുന്നയിൽ നിന്നും, അതായത് ഹദീസുകളിലുണ്ട്, സഹി ആയിട്ടുള്ള ഹദീസുകളിലുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഓക്കെ, പിന്നെ വേറൊരു പുസ്തകം, അതായത് അതും അത് കളക്ഷൻ ഓഫ് ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയൻ്റെതും ഇബിൻ റജബ് അൽ ഹംബലി, അബൂ ഹമീദ് അൽ ഗസാലി, ഇവരെല്ലാം ഒരു കളക്ഷൻ ഓഫ് ഈ ബർസഖും ഹിയർ ആഫ്റ്ററും ഈ സോളിൻ്റെ യാത്ര, ഇതെല്ലാം ഒരു ബുക്കുണ്ട്, ഹെവൻസ് ഡോർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ വേറൊന്ന് ലൈഫ് ഇൻ ബർസഖ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അൽ ജിബാലി. ഓക്കെ, അപ്പോൾ ഈ സ്കോളേഴ്സ് എല്ലാം പഴയ സ്കോളേഴ്സ് ആണ്. ഓക്കെ, ഇവരെല്ലാം എടുത്തിട്ടുള്ളത് ഖുറാനിൽ നിന്നും സുന്നയിൽ നിന്നും, പിന്നെ ഏർലി തഫ്സീർ എഴുതിയ ആൾക്കാരുണ്ടല്ലോ, അതായത് ഇമാം ഖുർത്തുബി, പിന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഏർലി ആയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നെല്ലാണ് ഇത് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിലേക്ക് തുടങ്ങാം. ഏതെല്ലാം ഇതിലൂടെയാണ് നമ്മളെ റൂഹ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ അറിയണം. ബിക്കോസ് അതായത് ഈ മരണം എന്താണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതെല്ലാം നമ്മൾ ഓർത്തിട്ടുണ്ടാ? ശരിക്കും ആലോചിച്ചോക്ക്. അതായത് നമ്മൾ ജീവിതത്തിന് വേണ്ടിയിട്ട് ഭയങ്കര പ്രിപ്പറേഷനാണ് അല്ലേ? ഈ ജീവിതം ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ചിലപ്പം ഇരിക്കാം അല്ലേ? അതായത് ഒരു ഐഡിയ ഇല്ല. അള്ളാഹ് സുബ്ഹാനഹു വ തആലക്ക് അല്ലാണ്ട്, ഓക്കെ, അള്ളാഹ് സുബ്ഹാനഹു വ തആലക്ക് അല്ലാണ്ട് ആർക്കും അറിയില്ല എപ്പോഴാണ് മരിക്കാൻ പോകുന്നത്. ഓക്കെ, അതെല്ലാം അള്ളാഹ് സുബ്ഹാനഹു വ തആല ഓൾറെഡി നിശ്ചയിച്ച് വെച്ചിന് എപ്പോഴാണ് ഈ മരണം സംഭവിക്കാനെന്ന്, എവിടെ നിന്നാണ് സംഭവിക്കുക, എങ്ങനെയാണ് സംഭവിക്കാൻ. അപ്പം അതെന്തായാലും നടക്കും. അതായത് ജീവൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസം മരിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എന്താണ്? അതായത് ഈച്ച് ആൻഡ് എവറി സോൾ വിൽ ടേസ്റ്റ് ഡെത്ത് അല്ലേ? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഖുർആനിൽ പലയിടങ്ങളിലായിട്ടും ഈ ആയത്തുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള നട്ടോട്ടത്തിൽ നമ്മൾ മരണം മറന്നു പോകുന്നുണ്ട് അല്ലേ? അതായത് ആ മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ ജീവന് വേണ്ടിയിട്ട്, ജീവിതത്തിന് വേണ്ടിയിട്ട്, ഈ ദുനിയാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യും. ചിലപ്പം അള്ളാഹ് സുബ്ഹാനഹു വ തആലനെ ധിക്കരിച്ചിട്ട് വരെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താണ് നമ്മൾക്ക് ഇത്ര ഒരു ഉറപ്പ്? അതായത് നമ്മളിത് ചെയ്യുന്നതെല്ലാം ഇത് ദുനിയയിൽ തന്നെ ഇത് ഏത് നേരവും പിടിച്ച് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ എന്താണെന്നൊന്നും നമ്മൾക്കറിയില്ല. പക്ഷേ മരണം എന്തായാലും ഉണ്ടാവും അല്ലേ? നമ്മൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മരണം ഉണ്ടാവും. ആ മരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ, അതായത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഒരു ഹദീസിൽ. ഈ ഹദീസ് ഉള്ളത് സഹി മുസ്ലിമിലുണ്ട്. ഓക്കെ, സഹി മുസ്ലിമിൽ ഇത് ഗ്രേഡഡ് സഹിയാണ്, അതായത് ഒത്തൻറ്റിക് ഹദീസാണ്. പിന്നെ സുനൻ ഇബൻ മാജയിലുമുണ്ട് ഈ ഹദീസ്. ഓക്കെ, അപ്പം ഇത് പറയുന്നത് ഇത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. ഓക്കെ, എന്താണ് പറയുന്നത്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാനുള്ള ആഗ്രഹം, ഓക്കെ, കാണാനുള്ള ഇഷ്ടം, ആഗ്രഹം, അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കും അവരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഓക്കെ, ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണാൻ ഒരു വെറുപ്പ് തോന്നുന്നത്, അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കും ആ വ്യക്തിയെ കാണാൻ വെറുപ്പ് തന്നെയാണെന്ന്. ഓക്കെ, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടിട്ട് ചോദിക്കും, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾക്കെല്ലാം മരിക്കാൻ ഭയങ്കര ഇഷ്ടക്കേടാണല്ലോ, അതായത് നമ്മൾക്ക് വി ഡോണ്ട് ലൈക്ക് ടു ഡൈ, നമ്മൾക്ക് മരിക്കണ്ട, നമുക്ക് ഇഷ്ടമല്ല മരണത്തിനെ പറ്റിയിട്ട് ഉള്ളത്, നമ്മൾക്ക് മരിക്കാൻ ഇഷ്ടമല്ല, അപ്പോൾ അതാണോ? അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അല്ല, അങ്ങനെയല്ല. അതായത് ഒരു മുഅ്മിൻ, അതായത് ഒരു മുഅ്മിന് മരിക്കാൻ നേരത്ത്,
ഓക്കെ. ഒരു മുഅ്മിന് മരിക്കാൻ നേരത്ത് നല്ല ന്യൂസ് കിട്ടും. അതായത് മലക്ക് അതെല്ലാം നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യും അതെല്ലാം. ഓക്കെ. അതായത് നല്ല ന്യൂസ് കിട്ടും. അവർ മരിക്കാനുള്ള ആ സമയത്തുണ്ടല്ലോ നല്ല മലക്ക് വന്നിട്ട് അവർക്ക് നല്ല ഇത് കൊടുക്കും. ഓക്കെ. അതായത് നല്ല ന്യൂസ് കൊടുക്കും, നിങ്ങൾക്ക് പാരഡൈസ് ആണെന്ന്. അപ്പം ആ സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് എത്താൻ. ഓക്കെ. അതേപോലെ തന്നെ അതായത് കാഫിർ ഇതെല്ലാം നിഷേധിക്കുന്നവർ അവര് മരിക്കുന്ന ആ സമയത്ത് അവർക്ക് വരാൻ എന്താണ്, അതായത് അവർക്ക് പണിഷ്മെന്റ് ആണ് മുന്നോട്ട് കാണുന്നത്. അന്നേരം അവർക്ക് തീരെ ഇഷ്ടം ഉണ്ടാവില്ല. അതായത് അള്ളാഹനെ കാണാൻ ആ ഒരു പേടിയും ഇതുമെല്ലായിട്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി കൊടുത്തു. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, അതായത് നമ്മൾക്കെല്ലാം മരിക്കാൻ പേടി തന്നെയാണ്, നമ്മൾക്കൊന്നും ഇഷ്ടവുമല്ല മരണത്തെ പറ്റി ആലോചിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കണം എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് കൂടുതൽ ആഗ്രഹങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ദുനിയപരമായിട്ട് പലതും മനസ്സിലൂടെ വരുമ്പം ആലോചിക്കാൻ, അതായത് റിമെമ്പർ ഡെത്ത് മച്ച് എന്നാ പറയുന്നത്. അതായത് കൂടുതലും മരണത്തെ പറ്റി ആലോചിക്കാൻ. അപ്പം തന്നെ വേണ്ടാത്ത ആഗ്രഹങ്ങളും മനസ്സിൽ നിന്ന് അങ്ങ് പോയി കളയുമെന്ന്. ഓക്കെ. അപ്പം നമ്മൾ ഹൗ ഡു വി പ്രിപ്പയർ, നമ്മൾ ഡെത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ എന്ന് വെച്ചാൽ നമ്മളെപ്പോൾ മനസ്സിലുണ്ടാവണം, അതായത് യാ റബ്ബി അള്ളാഹിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഒന്ന് അങ്ങ് എത്തിപ്പെടാൻ. എന്താണ് നമ്മൾ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ സീരീസിൽ എന്താണ് നമ്മൾ പഠിച്ചത്, കൽബിൻ സലീമിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കുള്ളൂ എന്ന് അല്ലെ. അപ്പൊ അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പ്യൂരിഫിക്കേഷൻ സീരീസ് ചെയ്ത് അത് ചെയ്തപ്പോൾ നമ്മൾക്ക് മനസ്സിലായി നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പല അസുഖങ്ങളും ഉണ്ട്. അപ്പം നമ്മൾക്ക് മനസ്സിലായി എന്തെല്ലാം സുഖമുണ്ട്. അപ്പം അതിനെ മാറ്റാനുള്ള ഈ റെമഡിയും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് കോൺഷ്യസ് ആവും നമുക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് വരുമ്പോൾ. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഈ മരണത്തിനെ പറ്റിയിട്ടൊന്നും ഓർക്കാണ്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്നതാണെങ്കിൽ എന്നിട്ട് പിന്നെ മരിക്കും, പിന്നെ ഭയാനകമായ കാര്യങ്ങളായിരിക്കും കണ്ണിൻ്റെ മുമ്പിൽ കാണാനും. അപ്പം അതിലും മുമ്പേ നമ്മൾ എത്ര പ്രിപ്പയർ ആയാലും പ്രിപ്പയർ ആവില്ല. പക്ഷേ നമ്മൾക്കൊരു കോൺഷ്യസ്നെസ് ഉണ്ടാവും ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ അല്ലേ. കുറേ ആൾക്കാർക്ക് ഈ സബ്ജക്റ്റ് ഭയങ്കര പേടിപ്പെടുത്തുന്നത് തന്നെയാണ്. ഞാനും ഈ സബ്ജക്റ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് തന്നെ ഞാൻ വെച്ച് മതി ഇത് ചെയ്യേണ്ട, എനിക്ക് പേടിയാവുന്നതെന്ന്. കാരണം നല്ലത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമായിരിക്കും. പക്ഷെ നമ്മൾ അതും വായിക്കണമല്ലോ. അതായത് ചീത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, അത് വായിക്കുമ്പോൾ ഭയങ്കര മൂഡ് ഔട്ടായി പോകും ശരിക്കും. ഞാനൊരു മാറ്റി വരെ വെച്ചിട്ടുണ്ട്, അതായത് മതി എനിക്ക് എന്നിൽ ഇത് ചെയ്യാൻ. എന്നാലും നമ്മൾ അറിയണ്ടേ കാര്യങ്ങൾ, നമ്മൾ അറിയണ്ടേ അല്ലേ. ഓക്കെ. അപ്പം എന്താണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്, അതായത് ഈ റൂഹ് അത് പല സ്റ്റേജസിലൂടെ കടന്നു പോകും. ഓക്കെ. അതായത് ഫസ്റ്റ് ഈ റൂഹ് എവിടുന്ന് വന്ന്, ഈ റൂഹ് ആരാണ് സൃഷ്ടിച്ചത്, എവിടെയായിരുന്നു. ഓക്കെ. നമ്മൾ ജനിക്കുന്ന മുമ്പേ ഈ റൂഹ് എവിടെയായിരുന്നു അത് നമ്മൾ നോക്കും. ഓക്കെ. ആ റൂഹ് എവിടെയായിരുന്നു, അതേ കുറേ ഇൻഫർമേഷൻ ഇല്ലെങ്കിലും സ്കോളേഴ്സ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഖുർആനിലും ഉണ്ട്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് റൂഹിനെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആ റൂഹ് എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയില്ല. ഒത്തന്റിക് ആയിട്ട് ഖുർആനിലും സുന്നയിലും ഒന്നും ഒത്തന്റിക് ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല. ഓക്കെ. കുറച്ച് ഹദീസുകൾ അങ്ങനെ ഇങ്ങനെയായിട്ട് കുറച്ച് ഹദീസുകൾ എന്തോ ആ കാര്യത്തിനെ പറ്റിയിട്ടുണ്ട് എന്നല്ലാണ്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു ഹദീസ് അങ്ങനെയില്ല. ഓക്കെ. പിന്നെ ഈ റൂഹ് ഉമ്മാന്റെ വയറ്റില് 4-ാം മാസത്തിലാണ് ഈ റൂഹ്. അതും ഡിബേറ്റബിൾ ആണ്, എപ്പോഴാണ് 4-ാം മാസത്തിലാണോ 40 ദിവസം കഴിഞ്ഞിട്ടാണോ, ഇതും സ്കോളേഴ്സ് ഡിബേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അതായത് റൂഹിനെ ഒരു മലക്ക് വന്നിട്ട്, അതായത് അള്ളാഹിന്റെ പെർമിഷനോടുകൂടി ഒരു മലക്ക് വന്നിട്ട് ആ റൂഹ് ഉള്ളിൽ അങ്ങ് ഇട്ട് തരും. ഓക്കെ. അത് സെക്കൻഡ് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഭൂമിയിലേക്ക് ജനിച്ചു വന്ന് ഇപ്പം നമ്മളെല്ലാം റൂഹാണ്, നമ്മളെ റൂഹെല്ലാം ഉള്ളിലുണ്ട്. ഓക്കെ. പിന്നെ എന്തെന്നാണ് അടുത്ത സ്റ്റേജ്, ഈ ദുനിയെന്നല്ലേ നമ്മൾ ഫീൽ ആവും റൂഹ് ബോഡിയിൽ നിന്ന് വിട്ടു പോകുന്നതായിട്ട്. അതാണ് നമ്മളെ ഉറക്കം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിൽ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ആയത്തുണ്ട്, നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെന്നാണ് വരാൻ പോകുന്നത്, പിന്നെ മരണം. ആ മരണസമയത്ത് ഓക്കെ ഈ റൂഹിനെ പിടിച്ചു മാറ്റും ആ മരണസമയത്ത്. എന്നിട്ട് പിന്നെ ഈ റൂഹിനെ കൊണ്ടുപോയിടുന്നത് ഏതിലാണ്, ഖബറിലേക്ക് കൊണ്ടുപോയിടും. ഓക്കെ. ഈ ഖബറിലേക്ക് കൊണ്ടുപോയിടുന്നത് എന്തിനാണ്, ആ ചോദ്യങ്ങളും അതും എല്ലാം ഉത്തരം കൊടുക്കാനും, ആ ചോദ്യങ്ങൾ കേൾക്കാനും അതിന്റെ ഉത്തരം കൊടുക്കാനും ആ ഖബറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു ബർസഖ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബർസഖ് സ്റ്റേറ്റിലാണ് ഈ റൂഹും ഈ ബോഡിയും ഓക്കെ
ഈ ബോഡി, ഈ ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ, നമ്മൾ ഫിസിക്കൽ ബോഡിയും റൂഹും സെപ്പറേറ്റഡ് ആവുന്നതാണ് ബർസഖ് സ്റ്റേറ്റ്. എന്നിട്ട് പിന്നെ ഇത് ഈ ബോഡി തന്നെ കൂടി വരുന്നത് എപ്പോഴാണ്? ഈ ജോയിൻ ചെയ്യുന്നത് ആ ഖിയാമത്ത് നാളിൻ്റെ അന്ന് കാഹള ഊതുമ്പം ബോഡിയും. അതുകൊണ്ടാണ് യൗമത്ത് തലാഖ് എന്ന് പറയും. യൗമത്ത് തലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഡേ ഓഫ് മീറ്റിംഗ്. മീറ്റിംഗ് എന്താണ്? ബോഡി പല മീറ്റിങ്ങും, അതിൽ ഒരു മീറ്റിംഗ് ബോഡിയും സോളും യോജിക്കുന്നത്, മീറ്റ് ചെയ്യുന്നത് അന്ന് ഈ റൂഹിന്റെ ഉള്ളിലിട്ട്. കാരണം ഖിയാമത്ത്, അതായത് ജഡ്ജ്മെന്റ് നടക്കണ്ടേ, നമ്മൾ ജഡ്ജ്മെന്റ് നടക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ റൂഹ് ഉള്ളിലിട്ട്. പിന്നെ പെർമനന്റ് ആയിട്ട് പിന്നെ ഈ റൂഹും ബോഡിയും ഒന്നിക്കുന്ന എവിടെയാണ്? ആഖിറത്തിൽ. അതായത് ആഖിറത്തിൽ എവിടെയാണ്? സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിൽ, നരകത്തിലാണെങ്കിൽ നരകത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ തന്നെ ആക്കി തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അപ്പൊ ഇതാണ് ഈ പല സ്റ്റേജസിലൂടെയും ഈ റൂഹ് കടന്നു പോകും. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം എന്താണ് റൂഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ഇസ്രയിൽ ഒരു ആയത്തുണ്ട് റൂഹിനെ പറ്റിയിട്ട്. എന്തെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? സൂറ ഇസ്ര ആയ 85. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയസ്അലൂനക അനിർ റൂഹ്. എന്താണ് പറയുന്നത്? അതായത് നിന്നോട് അവർ ചോദിക്കും റൂഹിനെ പറ്റി. അതായത് റൂഹിനെ പറ്റിയിട്ട് അവർ ചോദിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇതെന്തുകൊണ്ടാണ് അവർ ചോദിക്കും എന്ന് പറയുന്നത്? ഇത് ആ സമയത്ത് ഈ ഖുറൈശികൾ ജൂതന്മാരുടെ അടുത്ത് പോയിട്ട് പറയും, നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പോയിട്ട് ടെസ്റ്റ് ചെയ്യട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനാണ്. അങ്ങനെ ഈ ജ്യൂസ് കുറച്ച് 3-4 കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ആ ചോദ്യങ്ങളെല്ലാം സൂറ കഹഫുമായിട്ട് കുറച്ച് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിൽ ഒരു ചോദ്യം ഇതാണ്, റൂഹിനെ പറ്റിയിട്ട് നിങ്ങൾ പോയി ചോദിക്കുക. ശരിക്കുള്ള ഒരു നബി ആണെങ്കിൽ, ശരിക്കുള്ള ഒരു റസൂലാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വലിയ ഒന്നും പറയാനില്ല. പക്ഷെ കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ശരിക്കുള്ള റസൂലല്ല എന്ന്. അപ്പൊ നിങ്ങൾ ഈ റൂഹ് എന്താണെന്ന് പോയിട്ട് ചോദിക്കാൻ പറയും. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, യസ്അലൂനക അനി റൂഹ്. അവർ ചോദിക്കും നിന്നോട് റൂഹിനെ പറ്റി. കുൽ, നബിയെ പറയുക, അർ റൂഹു മിൻ അംരി റബ്ബി. ഈ റൂഹ് അത് അള്ളാന്റെ കമാൻഡിലാണ്, എൻ്റെ റബ്ബിന്റെ കമാൻഡിലാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഇതിനെ പറ്റിയിട്ട് വലിയ നോളേജ് ഒന്നും ആർക്കും ഇല്ല, എക്സെപ്റ്റ് ലിറ്റിൽ. അതായത് ഒരു കുറച്ച് നോളേജേ ഈ റൂഹിനെ പറ്റിയിട്ടുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്. ഈ റൂഹിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്കൊന്നും അറിയില്ല, വളരെ കുറച്ചേ അറിയുള്ളൂ എന്ന്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ ഉറങ്ങുമ്പം എന്താണ് നമ്മളെ ബോഡിയിൽ സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങുമ്പോൾ എന്താണ് ബോഡി സംഭവിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ സയന്റിസ്റ്റ് എല്ലാം എന്താണ് റിസർച്ച്, പലതും അവർ റിസർച്ച് ചെയ്യുന്നത്. പക്ഷെ ഇതുവരെ ഒരാൾക്ക് ഈ റൂഹ് എന്ന് പറയുന്നത് എന്തോ ഉണ്ട് എന്ന് അവർക്കറിയാം. അത് നോബഡി ഡിനൈസ് ഇറ്റ്. ആരും അത് ഡിനൈ ചെയ്യുന്നില്ല ആത്മാവ് എന്നുള്ള ഒരു കാര്യം ഉണ്ട് എന്ന് ആരും അതിനെ ഇല്ലാണ്ടാക്കുന്നില്ല. ദേ ഡോണ്ട് ഡിനൈ, നോബഡി ഡിനൈസ് ഇറ്റ്. പക്ഷെ എന്താണത് ആർക്കും പറയാൻ പറ്റൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ് ആർക്കും അങ്ങനെ അറിയാൻ പറ്റൂല അത്. അതുകൊണ്ട് ആർക്കും അറിയാൻ പറ്റൂല, എന്ത് റിസർച്ച് നടത്തി കഴിഞ്ഞാലും ആർക്കും അറിയാൻ പറ്റൂല. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്? എവിടുന്നാണ് ഈ റൂഹ് വന്നത്? ആരതായിരുന്നു ഫസ്റ്റ് റൂഹ് സൃഷ്ടിച്ചത്? അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആരായിരുന്നു? ആദം അലൈഹിസ്സലാമിന. ഫസ്റ്റ് റൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്രിയേറ്റ് ചെയ്തത് ആരതായിരുന്നു? ആദം അലൈഹിസ്സലാമിന്റെ. ആദം അലൈഹിസ്സലാം ആയത് റൂഹ് ഉള്ളിൽ കയറിയിട്ടാണ്. അതുവരെ ജസ്റ്റ് ഒരു ബോഡി ആയിരുന്നു. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ പേര് പറയുന്നുണ്ടാ? മയ്യത്ത് ഇവിടെ ഉണ്ട്, മയ്യത്തിനെ കുളിപ്പിക്കണം, അതായത് ഇയാളെ കുളിപ്പിക്കണം, ഇന്നയാളെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും പറയുന്നുണ്ട്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കീനാ? അതായത് ഉള്ളിൽ തന്നെ നമ്മൾക്കത് വരുന്നുണ്ട്. മയ്യത്ത് അല്ലെങ്കിൽ ബോഡിനെ കൊണ്ടുവന്നിനെ ആംബുലൻസിന് മയ്യത്തിനെ കുളിപ്പിക്കണം, മയ്യത്തിനെ കബറടക്കണം. ആരും പേരോ ഒന്നും പറയൂലോ. കാരണം എന്താണ് നമ്മളെ എസെൻസ് ആസ് എ ഹ്യൂമൻ ബീയിങ്, നമ്മളെ എസെൻസ് എന്താണ്? ഈ റൂഹാണ് നമ്മളെ എസെൻസ്. അത് പോയി കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒരു ബോഡി, ഈ ഭൂമി തന്നെ ഇതങ്ങ് ദ്രവിച്ച് തീരും. ഈ റൂഹ് ഒരിക്കലും തീരൂല. റൂഹ് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് എവിടെയാണ് പോകുന്നത്? അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഈ റൂഹ് ആദം അലൈഹിസ്സലാമിൻ്റെതായിരുന്നു ഫസ്റ്റ് സൃഷ്ടിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ഓക്കെ കുറച്ചു കാലം ഇങ്ങനെ വെറുതെ ആ ബോഡി അങ്ങനെ തന്നെ വെച്ചിരുന്നു. ഓക്കെ, ഒന്നും അതായത് അത് ജസ്റ്റ് ഒരു ബോഡി ആയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര സ്നേഹത്തോടെയാണ് അതിനെ ഉണ്ടാക്കിയത്. സ്വന്തം കൈകളോണ്ട് ഉണ്ടാക്കി എന്നാണ് ഒരു ഹദീസിൽ പറയുന്നത്. 4 കാര്യത്തിൽ ഒന്ന് ആദം അലൈഹിസ്സലാം ആയിരുന്നു എന്ന്. ഓക്കെ, അപ്പൊ ആദം അലൈഹിസ്സലാമിനെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് 40-50 വർഷം വരെ അങ്ങനെ ഇട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ് സംഭവം? അതായത് ആദം അലൈഹിസ്സലാമിന്റെ ഉള്ളിൽ റൂഹ് ചെന്നതിന്റെ ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവരോടും സുജൂദി പോവാൻ പറയുന്നത്. അത് റൂഹ് ഇട്ടതിന്റെ ശേഷം. ഓക്കെ, അതായിരുന്നു റൂഹ് ഇട്ടതിന്റെ ശേഷം. ഇതൊരു ഹദീസിലാണ് ഉള്ള ക്രിയേഷൻ ഓഫ് ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണിത്. ഓക്കെ, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇട്ടു ഒരു 40 വർഷത്തോളം. ഓക്കെ, അപ്പൊ ഈ ഇബിലീസ് ആ കൂട്ടത്തിൽ എന്നൊരു ഇബിലീസ് ഉണ്ട്. ഓക്കെ, ഇബിലീസ് ഒരു വലിയ സ്ഥാനത്ത് അവിടെ ഉണ്ട്. ആ സമയത്ത് ഭയങ്കര ഭക്തനായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ. ഓക്കെ, അപ്പൊ ഇബിലീസ് ഉണ്ടല്ലോ, ഈ ആദം അലൈഹിസ്സലാമിന്റെ ഈ ബോഡി കണ്ടിട്ട് ഭയങ്കര അസൂയ തോന്നും. അല്ലാഹ് എന്താ ഇത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുന്ന, ഈ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ സാധനത്തിന് എന്തെന്നാ ഇത്? എന്നിട്ട് ആരും കാണാണ്ട്, അതായത് ഈ ഇബിലീസ് ഇങ്ങനെ ചുറ്റിപ്പറ്റു. ഈ ആദം അലൈഹിസ്സലാമിന്റെ ഈ ബോഡി ഇങ്ങനെ നോക്കിയിട്ട് ചുറ്റിപ്പറ്റു. എന്നിട്ട് ഇങ്ങനെ മുട്ടു. അതായത് ഈ മുട്ടിയിട്ട് പറയുന്നത് എന്താണെന്നറിയോ? എന്തെന്ന് ഇത്, ഒരു സബ്സ്റ്റൻസ് ഇല്ലല്ലോ, എന്തെന്നാ ഹോളുമായിട്ടുള്ള ഒരു സാധനോ. എന്നിട്ട് ഉള്ളിലൂടെ കയറിയിട്ട്, അതായത് ആ ബോഡിന്റെ ഉള്ളിലൂടെ കയറിയിട്ട് മൂക്കിലൂടെ കയറിയിട്ട് ബാക്കിലൂടെ പുറത്തു വരൂ. ഇങ്ങനത്തെ എല്ലാം കളി കളിക്കൂ. എന്നിട്ട് പറയും അനക്ക് ഇതല്ലേ എന്ത്, അനക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാലോ എന്ന് പറയൂ. അതായത് അഹങ്കാരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അനക്ക് ഇതിനെ കൂളായിട്ട് കൺട്രോൾ ചെയ്തുകൂടെ, ഇതാണ് ഇബ്ലീസ് പറയുന്നത്. ഓക്കെ, അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ടാണ് ഇതിന്റെ ഉള്ളിൽ, അതായത് ഈ ആദം അലൈഹിസ്സലാമിന്റെ ബോഡിന്റെ ഉള്ളിൽ റൂഹ് ഇട്ട് കൊടുക്കുന്നത്. ഈ റൂഹ് ശരിക്ക് തലന്റെ മേലേന്നാണ് ഇങ്ങനെ ഇറങ്ങി വരുന്നത്. ഓക്കെ, തലന്റെ മേലേന്ന് ഇറങ്ങും. ഓക്കെ, അതിങ്ങനെ തലന്റെ മേലിലൂടെ ഇറങ്ങിയിട്ട് മൂക്കിന്റെ അവിടെ എത്തും. അപ്പൊ മൂക്കിന്റെ അവിടെ എത്തിക്കഴിഞ്ഞാല് ആദം അലൈഹിസ്സലാമിന് എന്തോ ഇറിറ്റേഷൻ ആയിട്ട് തുമ്മും. അങ്ങനെയാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? യർഹമുക്. ഓക്കെ, അതായത് യർഹമുക് എന്താണ് പറയുന്നത്? അതായത് ആ മേഴ്സി തരട്ടെ എന്ന്. അപ്പോഴും കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മയാണ് അവിടെ. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ താണ് അടിയിലോട്ട് എത്തും. അങ്ങനെയാണ്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇബിൻ കത്തീറിന്റെ ബിദായ വൻ നിഹായ ഇതിലുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയായിരുന്നു. അതായത് ഓരോ ഹദീസുകളിലുണ്ട് ഇതൊക്കെ, ഈ സൃഷ്ടി. അങ്ങനെ എന്നിട്ട് ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട്, ഓക്കെ, ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചിട്ട് ഇത് ഇനി ആദം അലൈഹിസ്സലാമിന്റെ റൂഹ് സൃഷ്ടിച്ച് ഇനി നമ്മൾ എവിടുന്ന് വന്ന്? ഓക്കെ, നമ്മൾ എവിടുന്ന് വന്ന്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഖുറാനിൽ തന്നെ ഉണ്ട്. സൂറ അൽ ആറാഫ് 172 ആയത്തിലാണ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമുക്കത് നോക്കാവുന്ന. ഓക്കെ, സൂറ അൽ ആറാഫിലെ 172 ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയതഹും. ഓക്കെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഓർമ്മയുണ്ടാ നിങ്ങളുടെ റബ്ബ് ബനി ആദമിന, അതായത് ബനി ആദമ എന്താണ്? ആദമിന്റെ മക്കളാ. ആദം അലൈഹിസ്സലാമിന്റെ ബാക്കിൽ നിന്ന് എടുത്തത്. വഅഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാവരും വിറ്റ്നസ് ചെയ്ത് അലസ്തു ബി റബ്ബിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഞാനാണോ നിങ്ങളുടെ റബ്ബെന്ന്? ഞാനല്ലേ നിങ്ങളുടെ റബ്ബെന്ന്? അന്നേരം എന്താണ് എല്ലാവരും പറഞ്ഞത്? ഖാലു ബലാ ഷഹീദന, തീർച്ചയായിട്ടും റബ്ബേ നമ്മൾ വിറ്റ്നസ് ചെയ്ത്. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറയുന്നത്? എന്തിനാണ് ഈ ഒരു മീസാക്ക് നയിന് പറയാൻ? ഓക്കെ, അതായത് മീസാക്ക് എന്ന് പറഞ്ഞാൽ കവനന്റ് എടുത്തതാണ്, അവരുടെ അടുത്ത് നിന്ന് പ്രോമിസ് എടുത്തതാണ്. എന്തിനാണ് എടുത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അൻ തഖൂലു, കാരണം അന്നത്തെ ദിവസം യൗമൽ ഖിയാമത്തിന്റെ ദിവസം നിങ്ങൾ പറയൂലാലോ, ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, നമുക്കിതൊന്നും ഓർമ്മയില്ലായിരുന്നു എന്ന്. അത് പറയാണ്ടിരിക്കേണ്ടിയിട്ടാണ് ഈ ഒരു ശബദം എല്ലാവരുടെ അടുത്തുനിന്നും എടുത്തത്. അതായത് അന്നേരം ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ 2 ഒപ്പീനിയൻ ഉണ്ട്. അതായത് ചിലർ പറയുന്നത് ആദം അലൈഹിസ്സലാമിനെ
അവിടുന്ന് അതായത് മേലേന്ന് പുറത്ത് എന്താ പറയാ ഈ ഭൂമിയിൽ ഇടുന്നതിന്റെ മുമ്പേ ആയിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എക്സ്ട്രാക്ട് ചെയ്ത് എല്ലാവരുടെ ആത്മാവും എക്സ്ട്രാക്ട് ചെയ്ത് എല്ലാവരുടെ റൂഹും പുറത്തെടുത്തതെന്ന് പറയുന്നത്. പിന്നെ ചില സ്കോളേഴ്സ് പറയുന്നത് എന്താണ്, അതായത് അതിനൊരു ഒത്തന്റിക് ആയിട്ടില്ല, എന്നാലും പഴയ സ്കോളേഴ്സ്, അതായത് ഏർലി സ്കോളേഴ്സ്, ഇമാം ഖുർത്തുബി അവർക്കെല്ലാം ഈ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. അതായത് ആദം അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങിയിട്ട് അറഫാത്ത് ഉണ്ടല്ലോ, അറഫാത്തിന്റെ അവിടെ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും എടുത്ത് പുറത്തിട്ടതെന്ന്. അതായത് എല്ലാ റൂഹിനെയും, എന്നെയും എൻ്റെ മക്കളെയും നിങ്ങളെയും നിങ്ങളെ മക്കളെയും നിങ്ങളെ ഉമ്മാനെയും ഉമ്മാമാനെയും ഉപ്പാപ്പാനെയും എല്ലാരെയും ഒരുമിച്ച് പുറത്തെടുത്തത് കേട്ടാ. അത് പറയുന്നത് അറഫാത്തിന്റെ അതാണ് അതും പറയുന്നുണ്ട്. ഓക്കെ, ഭൂമിയിൽ എത്തിയിട്ടാണ്. അപ്പൊ അള്ളാഹു ആലം എന്താണ് അതിന്റെ കറക്റ്റ് ഒപ്പീനിയൻ ആർക്കും പിൻ പോയിന്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ അധികം സ്കോളേഴ്സ് പറയുന്ന അറഫാത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഹജ്ജിന് നമ്മൾ അവിടെ പോയിട്ട് അത് ദുആ ചെയ്യുന്നതെല്ലാം അതിന്റെ ഒരു ഇതാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അള്ളാഹു ആലം എന്താണെന്ന്. അപ്പൊ എന്താണ് ഓക്കെ, ഇതും ഹദീസുകളിലുണ്ട്. അതായത് ഹദീസ് മാത്രമല്ല, ഇപ്പൊ ഖുർആനിൽ തന്നെ നമ്മൾ ആയത്ത് കണ്ടല്ലോ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിന്റെ ബാക്ക്, അതായത് ഈ ബാക്ക് ബോൺ ഉണ്ടല്ലോ, സുൽബ്, അതന്നെയാണ് ഇതിലും പറയുന്നത്, ഖുർആനിൽ പറയുന്നത്. അവിടെ ഇങ്ങനെ തടവിയിട്ടാണ്, അതൊന്നും നമുക്കറിയില്ല എങ്ങനെയാ തടവിയത് എന്താണെന്നൊന്നും, എല്ലാവരെയും പുറത്ത് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഭൂമിയിൽ ആരാ ഉള്ളത് എല്ലാവരെയും, ഞാൻ പറഞ്ഞ പോലെ ഉമ്മാമാനെ ഉപ്പാപ്പാനെ ഉപ്പാന്റെ ഉപ്പാനെ എല്ലാവരെയും മക്കളെയും നമ്മൾ വരാൻ പോകുന്ന മക്കളെ എല്ലാവരെയും എടുത്തിട്ട് പുറത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ അടുത്തുനിന്നും, നമ്മളുടെ അടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്നും ചോദിക്കുന്നതാണിത്. അതായത് അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് നമ്മളോട്. അതായത് ശരിക്കും ഇത് ചോദ്യമല്ല, നമ്മളോട് പറയുന്നതെന്ന് പറയാം. ഓക്കെ, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്? അങ്ങനെ ചോദിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന്. അന്നേരം നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട് ബല ഷഹീദിന, പിന്നെന്താ അള്ളാഹ്, തീർച്ചയായിട്ടും നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അള്ളാഹ് തന്നെയാണ് നമ്മളുടെ റബ്ബ്, നമ്മൾ ഈ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ഖിയാമത്ത് നാളിന്റെ അന്ന് നിങ്ങൾ പറയൂല. എന്തിനാണ് നിങ്ങൾ പറയൂ? ഇത് പറയാണ്ടിക്കണ്ടിട്ടാണ്, നമുക്കിതൊന്നും അറിയില്ലേനൊന്നും പറയാണ്ടിക്കണ്ടിട്ടാണ് ഈ ഒരു സംഭവം പറഞ്ഞു തരുന്നത്. മനസ്സിലായ? അപ്പം നമ്മൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രസൻസ് നമ്മൾ ഓൾറെഡി ഫീൽ ചെയ്തിട്ട്, അതായത് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ റൂഹ് ഓൾറെഡി, അതുകൊണ്ടാണ് റൂഹ് ഇങ്ങനെ കിടന്ന് പടക്കുന്നത് അങ്ങോട്ടേക്ക് എത്താൻ. കാരണം റൂഹ് ഇവിടുത്തെ അല്ല, റൂഹ് അവിടുത്തെയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് റൂഹിനെ സൃഷ്ടിച്ചതിന്റെ ഒരിത്. ഇതിന്റെ ശേഷം, അതായത് ഈ റൂഹിനെല്ലാം പിടിച്ച് പുറത്തിട്ടില്ലേ, എന്നിട്ട് പിന്നെ ഈ റൂഹ് എവിടെയാ പോകുന്നത് എന്താണെന്നൊന്നും ആർക്കും അറിയില്ല, ഒന്നും അറിയില്ല. പല ഒപ്പീനിയൻസും ഉണ്ട് പലതുമായിട്ട്, പക്ഷെ ആർക്കും ഒരു ഒത്തന്റിക് ആയിട്ട് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർക്കും ഒന്നും അറിയില്ല. ഖുറാനിലും ഇല്ല, സുന്നയിലും ഇല്ല, ഒന്നിലും ഇല്ല. ഓക്കെ, പിന്നെ നമ്മൾ കാണുന്ന അടുത്ത ഹദീസ് എന്താണ്? അതായത് ഇതന്നെ, അതായത് വയറ്റിലുണ്ടാവുമ്പം ആ ഹദീസ് ഉള്ളത് ഇതിലാണ്. ഓക്കെ, സഹി മുസ്ലിമിലാണ് ഈ ഹദീസ് ഉള്ളത്. വലിയൊരു ഹദീസാണ്, അതായത് ഈ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. ഓക്കെ, അതിന്റെ ആ ഉള്ളിൽ നിന്നാണ് ഈ ഹദീസ് എടുക്കുന്നത്. ഓക്കെ, അതൊരു വലിയ ഹദീസാണ്. ഇങ്ങനെ അതായത് അലക്ക, നുത്ഫ, അലക്ക, ഈ പ്രോസസ്സ് ഉണ്ടല്ലോ, ഇത് ഉണ്ടാക്കുന്നതിന്റെ പ്രോസസ്സ്, അതായത് വയറ്റിൽ ഉണ്ടാവുന്നതിന്റെ പ്രോസസ്സ്, അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സ്കോളേഴ്സ് പറയുന്നത് 120-ാം ദിവസം, അതായത് 4 മാസം അല്ലെങ്കിൽ എന്താ പറയാന് 40 ദിവസം എന്ന് പറയുന്നത്. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ വിട്ടിട്ട് റൂഹിനെ ഊതിയിട്ട് ഇടാൻ പറയും. ഓക്കെ, ഉമ്മാന്റെ വയറ്റിൽ റൂഹിനെ ഊതിയിട്ട് ഇടാൻ. ഓക്കെ, എന്നിട്ട് ഈ മലക്ക് ചോദിക്കും, എന്നിട്ട് മലക്കിനോട് പറയും 4 കാര്യങ്ങളാണ് ഇതിൻ്റെത് നിശ്ചയിക്കേണ്ടത്, അതായത് ഖദർ എഴുതുന്നതാണിത്. ഓക്കെ, ഈ ഒരു റൂഹിന്റെ ഖദർ എഴുതുന്നതാണ്. എന്താണത്? 4 കാര്യങ്ങൾ. റിസ്ക്, ഓക്കെ, റിസ്ക്, ലൈഫ് സ്പാൻ, അതായത് എത്രത്തോളം ജീവിക്കുന്നു. ഓക്കെ, പിന്നെന്താണ്? അമലുകൾ. ഓക്കെ, അമലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അമലുകളാണെങ്കിൽ പാരഡൈസിൽ എൻറ്റർ ചെയ്യാനുള്ള ആ അമലുകൾ. ഓക്കെ, പിന്നെ ചീത്തയാണെങ്കിൽ എവിടെയാണ് എൻറ്റർ ചെയ്യുന്നത് അത്. ഓക്കെ, ഇപ്പൊ ഈ കാര്യങ്ങളാണ് നിശ്ചയിക്കുന്നത്.
അപ്പൊ ആ സമയത്ത് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മരണം എഴുതി വെച്ചിട്ടുണ്ട്, റിസ്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആൾക്കാർ ചോദിക്കൂ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ നമ്മളൊന്നും ചെയ്യേണ്ട, ഏതെങ്കിലും നമ്മളെ തലയിൽ എഴുതി വെച്ച തന്നെയല്ലേ? അങ്ങനെയല്ല, നമ്മൾക്ക് ഫ്രീ വിൽ എന്ന് ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഇതിനനുസരിച്ചിട്ടായിരിക്കും. പിന്നെ പറയുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ദുആ ക്യാൻ ചേഞ്ച് ഖദർന്ന്, ദുആ ഖദർ മാറ്റുമെന്ന്. ഓക്കെ, അപ്പം ഖദർ മാറാനുള്ളത് അത് നമ്മളെ അമലുകൾ കൊണ്ട് മാറാം. കാരണം കുറേ ഹദീസുകളില്ലേ, നിങ്ങൾ ടൈസ് ഓഫ് കിൻഷിപ്പ്, അതായത് നല്ലോണം റിലേറ്റീവ്സിന്റെ കൂടെ എല്ലാം നല്ലോണം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് സ്പാന് കൂട്ടിത്തരും, നിങ്ങൾ സദക്ക ചെയ്താൽ നിങ്ങളെ ലൈഫ് കൂട്ടിത്തരും, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസ്ക് വർദ്ധിക്കും. അപ്പം അതെല്ലാം നമ്മളെ ഇതിനനുസരിച്ചിട്ടാണ്. ഓക്കെ, പക്ഷേ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഈ ഖദർ. ഓക്കെ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും പറയുന്നുണ്ട്, ദുആ ക്യാൻ ചേഞ്ച് ദ ഖദർ. അതിന് കുറേ ഹദീസുകളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഈ മലക്ക് വന്നിട്ട് ചെയ്യാൻ ഉള്ളില് ഉമ്മാന്റെ വയറ്റിൽ ബ്ലോ ചെയ്ത് കൊടുക്കും. അതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ നോക്കുക, അതായത് 4 മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ മിസ്കാരേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അപ്പം ശരിക്ക് ജനാസ നിസ്കരിക്കും. അതായത് ആ ചെറിയ എന്തെന്നാ അത് ഒന്നും ഉണ്ടാവില്ല, ഒരു ചെറിയ ഫീറ്റസ്, അതിന് എന്തായാലും ജനാസ നിസ്കാരം. എന്തുകൊണ്ടാണ്? കാരണം റൂഹ് ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്, റൂഹ് ഇട്ടുകൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ 4 മാസത്തിന്റെ മുമ്പേ ആണെങ്കിൽ ഇന്നാണ് ഫിക്സ് സ്കോളേഴ്സ് ഇത് എടുക്കുന്നത്. ഓക്കെ, 4 മാസത്തിന്റെ മുമ്പേ ആണെങ്കിൽ അതിന് ജനാസ നിസ്കാരം ഒന്നുമില്ല. അത് മാത്രമല്ല, അത് ശരിക്ക് ഇതുവരെ, അതായത് നമ്മളെ ഈ ഇതുണ്ടല്ലോ നിഫാസ് രക്തം എന്ന് പറയുന്നത്, അതായത് അത് 4 മാസം കഴിഞ്ഞാൽ റൂഹും ബോഡി തന്നെ ആയി ശരിക്കും. ഓക്കെ, അപ്പൊ ചെറുതാണെങ്കിലും അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിസ്കാരേജ് ആയി പോയിട്ട് ആ രക്തം ശരിക്കും നിഫാസാണ്. അതപ്പം നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല. നേരെ മറിച്ച് അതിലും മുമ്പേ പോയതാണെങ്കിൽ, ഓക്കെ, അതിലും മുമ്പേ പോയതാണെങ്കിൽ അത് ശരിക്കും നിഫാസിൽ പെടൂല. അങ്ങനെയും ഫിക്സ് സ്കോളേഴ്സ് അങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് ഓരോ കാര്യങ്ങൾ. ഓക്കെ, ഇതിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇത് നോക്കി, അതായത് റൂഹ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ജനിച്ച് നമ്മൾ ബോഡി റൂഹ് എല്ലാം പുറത്തേക്ക് എത്തി. ഓക്കെ, ഇനി എന്താണ് നമ്മളെ ഉറക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? സ്ലീപ്പ് അതൊരു ടെമ്പററി ഡെത്ത് ആണ്. ശരിക്കും നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ എന്താണ് നമ്മൾ ചെല്ലുന്നത്? ബിസ്മിക അല്ലാഹുമ്മ അമൂതു വ അഹിയ. എന്താണ് നമ്മൾ ചെല്ലുന്നത്? ബിസ്മിക, ഇൻ യോർ നെയിം, അല്ലാഹുമ്മ, ഓ അല്ലാഹ്, അമൂതു വ അഹിയ, ഞാൻ മരിക്കാനും പോകുന്നു, ഞാൻ ജീവിക്കാനും പോകുന്നു, ഇൻ യോർ നെയിം. നമ്മൾ ഉറങ്ങി എണീച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദ അമാതന വ ഇലൈഹിൻ നുശൂർ, അല്ലേ? അതല്ലേ പറയുന്നത്? അതായത് അഹ്യാന ബഅദ അമാതന എന്താണ്? അതായത് നമ്മൾ മരിച്ചതിന്റെ ശേഷം നമ്മൾക്ക് ജീവൻ നൽകിയതിന് അൽഹംദുലില്ലാ ഇതും പറഞ്ഞിട്ടല്ലേ നമ്മൾ രാവിലെ എണീക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എവ്രി ഡേ, എല്ലാ ദിവസവും നമ്മളെ ബോഡി ഈസ് ഗോയിങ് ത്രൂ ദിസ്. വി ആർ ആക്ച്വലി എക്സ്പീരിയൻസിങ് ദിസ് ഡെത്ത്. ശരിക്കും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ട്, അതായത് സ്ലീപ്പ്, ഓക്കെ, ഉറക്കം ഈസ് ദ ബ്രദർ ഓഫ് ഡെത്ത് എന്ന്. ഓക്കെ, രണ്ടും ഒരുപോലെയാണെന്ന്. ഓക്കെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിശ്ചയിക്കുന്നത് എല്ലാ രാത്രിയും നമ്മൾ ഉറങ്ങുമ്പം ഈ റൂഹ് നമ്മളെ ബോഡി വിട്ട് പോകുന്നുണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലന്റെ പെർമിഷനോട് കൂടിയാണ് ആ റൂഹ് തിരിച്ച് ബോഡിയിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു ദുവ തന്നെ ഇല്ലേ, യാ അല്ലാ, ഉറങ്ങാൻ പോകുമ്പോൾ ഈ ദുവയെല്ലാം നമ്മൾ ശരിക്കും ചെയ്യണം. ഞാൻ ഇൻഷാ അല്ലാ ആ ദുവ ഇതിലിട്ട് തരാം. ഓക്കെ, അതായത് ശരിക്കും നല്ല ദുവയാണ്. എന്താണ് ആ ദുവയിൽ പറയുന്നത്? യാ റബ്ബേ, എന്നെ പിടിക്കുന്നതാണെങ്കിൽ, എൻ്റെ റൂഹിനെ പിടിക്കുന്നതാണെങ്കിൽ അള്ളാഹുവെ അതിൻ്റെ മേലയിൽ കരുണ കാട്ടണമേ, എനിക്ക് പുറത്തു തരണമേ. അങ്ങനെ എന്തോ ഒരു വേർഡിങ്സ് ആണെങ്കിൽ വലിയ ഓർമ്മ കിട്ടത്തില്ല. എപ്പോഴും അത് നോക്കി തന്നെ പഠിക്കണം, നമ്മൾ ചെയ്യുകയും ചെയ്യണം. ഓക്കെ, തിരിച്ചു വിടുന്നതാണെങ്കിൽ അതിനോട് റഹ്മ കാട്ടണമേ, അങ്ങനെയും പറയുന്ന ഒരു നല്ലൊരു ദുവയാണ്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? എവ്രി ഡേ വി ആർ എക്സ്പീരിയൻസിങ് ഈ ഡെത്ത്. ഓക്കെ, നമ്മൾ എപ്പോഴും ഉറങ്ങുമ്പം നമ്മളെ റൂഹ് വിട്ട് പോകുന്നുണ്ട്. ആർക്കും ഒന്നും അറിയില്ല എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് തന്നെ അറിയുന്നുണ്ട് എന്താ നമ്മൾ ഉറക്കത്ത് സംഭവിക്കുന്നത് എന്ന്. ഓക്കെ, അപ്പം ഈ എല്ലാ കാര്യങ്ങളാണ്. ഇനി മുന്നോട്ട് പോകാൻ എന്താണ്, അതായത് മരിക്കുന്ന സമയത്ത് ഈ റൂഹ് എങ്ങനെയാണ്,
എങ്ങനെയാണ് ഈ റൂഹിനെ പിടിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഇതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ഇതിൽ. പക്ഷെ അതിന് മുമ്പ് ഒരു നല്ലൊരു ഹദീസ് ഉണ്ട്. ഓക്കെ, ഈ റൂഹിനെ പറ്റിയിട്ട് തന്നെ. ഈ ഹദീസ് സഹി ബുഖാരിയിലുള്ള ഹദീസാണ്. സഹി ബുഖാരിയും വേറെ പല ഇതിലും ഉണ്ട് ഈ ഹദീസ്. ഓക്കെ, എന്താണ് ഈ ഹദീസ് നോക്കാം നമുക്ക്. ഓക്കെ, അതായത് സഹി ബുഖാരിയിൽ, സഹി മുസ്ലിമില്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മുത്തഫക്കുൻ അലൈ. മുത്തഫക്കുൻ അലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തന്റിസിറ്റി, ഭയങ്കര ഒത്തന്റിക് ആണ്. കാരണം മുസ്ലിമിലും ബുഖാരിയിലും ഉള്ളത് കൊണ്ടാണ് മുത്തഫക്കുൻ അലൈ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ വേറെ ഹദീസുകളിലും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. ഇതിന്റെ ഇത് വേറൊന്നില് ആയിഷ റളിയല്ലാഹു അൻഹയും പറയുന്നുണ്ട് ഇത്. ഓക്കെ, അപ്പൊ അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അർവാഹു ജുനൂദും മുജന്നദ. അതായത് ഈ റൂഹുകളെല്ലാം എല്ലാ റൂഹും ഒരു ഇതുപോലെയാണ്, സോൾജേഴ്സ് പോലെയാണ്, ആമീസ്, അതായത് മിലിറ്ററി പോലെ അവരെല്ലാം ഇങ്ങനെ നല്ല സഫായിട്ടാണ് ഉള്ളത്. ഓക്കെ, എന്നിട്ട് എന്താണ്? ഫമാ തആറഫ മിൻഹ ഇഖ്തലഫ. അതായത് എന്താണ് പറയുന്നത്? അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ചില സോൾസ് ഉണ്ടല്ലോ, ചില ഓരോ റൂഹ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേഗം ക്ലിക്കാകുന്നവര്, അത് ഓൾറെഡി അവര് മുന്നേ കണ്ടുമുട്ടിയത് കൊണ്ടാണെന്ന്. ഓക്കെ, അതാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. വമാ തനാക്കറ മിൻഹ ഇഖ്തലഫ. പിന്നെ എന്താണ്? പിന്നെ ചില റൂഹ് അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ എന്തെല്ലോ കാരണം കൊണ്ട് എന്തോ ഒരു ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്തോ അടിപിടി. അതെന്തുകൊണ്ടാണ്? കാരണം മുമ്പേ ഇവരെ റൂഹ് ഒത്തുപോയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നിന്ന് പല നെറേഷൻ, അതായത് പല എക്സ്പ്ലനേഷനും ഉണ്ട് ഇതിന്. ഓക്കെ, ഓരോ സ്കോളേഴ്സ് പല എക്സ്പ്ലനേഷനുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മെയിൻ എന്താ പറയുക, ഇബിൻ ഹിസാമും അവര് പറയുന്നത് എന്താണ്? അതായത് ഈ റൂഹെല്ലാം പണ്ട്, അതായത് ഏതോ കാലത്ത് പഠിച്ചതല്ലേ ഈ റൂഹിനെ. ആ സമയത്ത് അവര് മീറ്റ് ചെയ്തിട്ടുണ്ടാവും. എവിടുന്നോ, അല്ലാഹു ആലം എങ്ങനെയാണ്. അപ്പൊ അവിടുന്ന് നല്ലോണം ഫ്രണ്ട്സ് ആയ റൂഹ് തന്നെയാണ് ഇവിടെയും, അതായത് ഭൂമിയിലും. അവർക്ക് ദേ റെക്കഗ്നൈസ് ഈച്ച് അതർ, അവര് വേഗം ക്ലിക്കാവും. പക്ഷെ അവിടുന്ന് ഒരു ജാതി അടിയും പിടിയും ആകുന്നവര് ഇവിടെ അവര് ക്ലിക്ക് ആവൂലാന്ന്. കാരണം ഇത് ദേ ഹാവ് മെറ്റ് ബിഫോർ എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ തന്നെ, ഓക്കെ, അതായത് നമ്മൾക്ക് തന്നെ ചില ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വേഗം ക്ലിക്ക് ആവുന്നില്ലേ? അതായത് നമ്മൾ വേഗം പണ്ടേ കണ്ട പോലത്തെ ഫീലിംഗ് ആണ് നമ്മൾക്ക്, പണ്ടേ അറിയുന്ന പോലത്തെ, ഭയങ്കര കംഫർട്ടബിൾ ആണ് നമ്മൾ അവരെ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണ്? ഈ ഹദീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ മനസ്സിലാവാൻ, കാരണം ആദ്യം കണ്ടുമുട്ടിയിട്ടുണ്ടാവുമായിരിക്കും. അതേപോലെ ചില ആൾക്കാരെ നമ്മൾക്ക് എന്തോ അവരെ തെറ്റുമല്ല, നമ്മളെ തെറ്റുമല്ല, ആരെ തെറ്റുമല്ല, എന്തോ കാണുമ്പോ ഇവളോ, അല്ലെങ്കിൽ എന്തോ ഒരു രസം തോന്നൂല. അതെന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അവിടുന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അവിടുന്ന് ശരിയായിരിക്കൂലായിരിക്കും, അല്ലാഹു ആലം. എന്താണ്? ഇങ്ങനെയാണ് ഈ ഒരു ഹദീസ് സ്കോളേഴ്സ് ഇന്റർപ്രിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ വേറൊരു ഹദീസ് ഉണ്ട്. അതായത് ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്. ഓക്കെ, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തതായിട്ട്. ഓക്കെ, അതായത് മക്കത്ത് ഒരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര എന്താ പറയാന്, ഭയങ്കര തമാശ പറഞ്ഞിട്ടു, ആൾക്കാരെ ചിരിപ്പിച്ചിട്ടു, ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു പെണ്ണുങ്ങളാണ്. അപ്പൊ മദീനയിലെത്തിയപ്പം, മദീനയിലും ഇതേപോലത്തെ ഒരു പെണ്ണുങ്ങളുണ്ട് ഇവരെ പോലെ തന്നെ. അപ്പൊ മദീനയിലെത്തിയപ്പം ഇവര് രണ്ടാളും ഭയങ്കര ഫ്രണ്ട്സായി. കാരണം രണ്ടാളും ഒരേപോലെ. അങ്ങനെ എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതായത് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയാ അതേപോലത്തെ ആളെ തന്നെ ഓർക്ക് കിട്ടിയെന്ന്. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടും ഈ ഹദീസാണ് വിവരിക്കുന്നത്. അതായത് ചിരിച്ചുകൊണ്ട് പറയുന്നത് ഈ ഹദീസാണ്. അതായത് സോൾസ് ആർ ലൈക്ക്, അവര് അന്നും കണ്ടുമുട്ടിയിട്ടുണ്ട്, ഒരേപോലത്തെ സോള് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നുമെന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം, ഓൾറെഡി ടൈം കുറച്ച് കൂടിപ്പോയി. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇനി ഇത് നല്ല രീതിയിൽ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം അടുത്തത് എന്താണ്, നെക്സ്റ്റ് ഓഡിയോയിൽ നമുക്ക് നോക്കാം എന്താണ്. ഓക്കെ, അത് നമ്മൾ റൂഹ് എങ്ങനെയാണ് മരണസമയത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്, അതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.